എന്തായി കാര്യങ്ങൾ? ടെൻഡർ ശ്രീനിവാസ് സാർ തന്നെ പിടിച്ചു മേഡം. കൃഷ്ണയുടെ പേരില്. കൃഷ്ണയുടെ പേരിലോ? അതെ. പ്രധാന എതിരാളി ആരായിരുന്നു അറിയാമോ? സിത്താര. ലേലം കഴിഞ്ഞിറങ്ങി രണ്ടുപേരും പരസ്പരം വെല്ലുവിളിയായിരുന്നു. മൂർത്തി, ഇത്രയും കാലം അനിയൻ കുഞ്ഞും സിത്താരയും വേർപിരിഞ്ഞു നിന്നത് കൃത്യസമയത്ത് വേണ്ടത് നമ്മൾ ചെയ്തതുകൊണ്ടാ. അവര് തമ്മിൽ പരസ്പരമുള്ള പക ആളിക്കത്തിച്ചതുകൊണ്ടാ. ഇതാണ് പറ്റിയ അവസരം. താനൊരു കാര്യം ചെയ്യും, ഇന്ദ്രനെ വിളിക്കും. ബാക്കി എന്തു വേണോന്ന് തനിക്ക് അവൻ പറഞ്ഞു തരും. ശരി മേഡം. സിത്താരെ തോൽപ്പിച്ച് ശ്രീനിവാസ് ടെൻഡർ പിടിച്ചു അല്ലേ മൂർത്തി? അത് സാറെങ്ങനെ? ഒരു ലക്ഷ്യം തീരുമാനിച്ചാൽ പിന്നെ അതിന്റെ പുറകിൽ നിന്ന് മാറാൻ പറ്റില്ലല്ലോ. പൊരുത്തിത്തോറ്റ സിത്താരയും പോരാട്ടം ജയിച്ച ശ്രീനിവാസും ഇപ്പൊ പരസ്പരം കൊല്ലാനുള്ള ആവേശത്തിലായിരിക്കും. ഈ അവസരം മുതലെടുക്കണം. ഞാനെന്താ ചെയ്യണ്ടേ സാർ? കാര്യങ്ങൾ ഞാൻ ടാർസനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മൂർത്തി അവനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരി. ലേലഹാളിൽ നടന്നത് അവരുടെ പക. ഇനി സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പക. ശ്രീനിവാസും സിത്താരയും ഇനി എന്നും ശത്രുക്കളായിരിക്കും. നോ ഡൗട്ട്. വലിയൊരു കാര്യത്തിൽ അച്ഛൻ ജയിച്ചതില് മോള് സന്തോഷിക്കുക അഭിമാനിക്കുകയല്ലേ വേണ്ടേ? പക്ഷെ എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നതിന്റെ അർത്ഥം? സിതാരയുടെ പരാജയമാണോ മോളുടെ വിഷമത്തിന് കാരണം? അച്ഛാ, അമ്മ അച്ഛനെ അംഗീകരിക്കാത്തത് എന്തൊരു തെറ്റിദ്ധാരണ കൊണ്ടാ. അല്ലാതെ അമ്മ ഒരു ചീത്ത സ്ത്രീയല്ല. ഗൗരവക്കാരിയാ, എടുത്തുചാട്ടമുണ്ട്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഒരുപാട് സ്നേഹം സൂക്ഷിക്കുന്നുണ്ട്. അടുത്തു നിൽക്കാനും അതറിയാനും ചിലപ്പോഴെങ്കിലും എനിക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്റെ അമ്മയല്ലേ. അച്ഛനും അമ്മയും ഒന്നിക്കണമെന്നും എന്നിട്ട് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവണമെന്നാ എന്റെ ആഗ്രഹം. മോളെ, സിത്താര എന്നെ മറന്ന് മറ്റൊരു വിവാഹം കഴിച്ചു. അതിലെനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്, പക തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സിത്താരോട് പകയാ. എന്തിന്? അവള് നിന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്. എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? സിത്താരയുടെ ധാരണ നീ എനിക്ക് ശാന്തി പറഞ്ഞ മകളാണെന്നാ. അതുകൊണ്ട് തന്നെ നിന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം സിത്താരയുടെ ഭാഗത്തുനിന്നുണ്ട്. ഒന്ന് വെറുതെ ഇരുന്നേ. ഒരാളെ നമുക്ക് ഇഷ്ടമല്ലാന്ന് കരുതി അയാളെ കുറിച്ച് വെറുതെ ഇങ്ങനെ കഥയുണ്ടാക്കി പറയണോ? കഥയല്ല മോളെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നെ ഒരാൾ കൊല്ലാൻ ശ്രമിച്ചാ അത് ഞാൻ അറിയില്ലേ? നീ അറിഞ്ഞില്ല മോളെ. പക്ഷെ അച്ഛൻ ഈ പറയുന്ന കാര്യം സിത്താരെ കൊണ്ട് തന്നെ വേണമെങ്കിൽ പറയിപ്പിക്കാം. എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നേ? സിത്താര മാഡം എവിടെ വെച്ചെന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നാ? മോളെ, അന്ന് നമ്മൾ 3 പേരുടെ റിസോർട്ടിൽ തങ്ങിയില്ലേ? ആ രാത്രിയിൽ സിത്താര അവിടെ വന്നിരുന്നു. മോക്ക് തരാൻ വേണ്ടി അവള് പാലില് വിഷം കലർത്തുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മോളുടെ മുറിയുടെ മുമ്പ് വെച്ചാ ഞാനത് പിടികൂടിയാ. അതിനേക്കാളും വലിയൊരു തെളിവ് മോക്ക് എന്താ വേണ്ടേ? അച്ഛാ, സിത്താര മാഡം അങ്ങനെയൊന്നും ചെയ്യില്ല. സിത്താര മാഡം തേടി വന്നത് എന്നെ അടിക്കില്ല. പിന്നെ ആരാണെന്ന് പറ? നീ തങ്ങുന്ന മുറിയിൽ അവള് വന്നത്? അത് മോളെ, നീ കാണുന്നവരെ എല്ലാരും അങ്ങ് വിശ്വസിക്കും. പക്ഷെ അച്ഛൻ ആ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. നിന്റെ ജീവൻ എടുക്കാൻ വന്നവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവര് എനിക്ക് ശത്രു തന്നെയാ. ശത്രു മാത്രമാ. മനസ്സിലായ? 1-2 കൊല്ലമല്ല ഇരുമ്പഴിക്കുള്ളിൽ ഞാൻ കഴിഞ്ഞത്. 20 വർഷത്തിന് മുകളില. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ നിന്നെ എനിക്ക് കണ്ടുകിട്ടി. അച്ഛൻ ഈ ലോകത്ത് നീ അല്ലാതെ വേറെ ആരുമില്ല മോളെ.
ഉടനെ